1 2 1 2 3 1 2 1 2 3. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് കാണാൻ ശ്രമിക്കുന്നിടത്തുനിന്നാണ് ഇത്തരം കാഴ്ചകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയി മാറുന്നത്. അത് തന്നെയല്ലേ എഡ്യൂക്കേഷൻ. 1 2 3 4 and 5. ഫ്രീസ്. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് ശരിതെറ്റുകളായിട്ട് പരിശോധിച്ച് നോക്കുകയും അതിൽ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകുന്നതിൻ്റെ പേരല്ലേ എഡ്യൂക്കേഷൻ. അതോ വെറുതെ ടീച്ചർ പറയുന്ന കാര്യം പഠിക്കുന്നത് മാത്രമാണോ? ഇതിൽ ഏറ്റവും നന്നായിട്ട് ഒരു ഇടത്ത് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ആളുകൾ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടും. നന്നായിട്ട് നമ്മളുടെ പ്രകടനങ്ങൾ നന്നാവുന്ന സമയത്ത് നമ്മൾ വാല്യൂ ഉള്ള ആളുകളായി മാറും. നമുക്ക് ലീഡർഷിപ്പ് കിട്ടും. 1 മാക്സിമം 2 bend 3 pull then and 4. These are the standing positions. എങ്ങനെയാണ് നമ്മളൊരു ബെസ്റ്റ് പെർഫോമർ ആകുന്നത്? നിങ്ങളൊരു നടനാകുക മാത്രമല്ല, നിങ്ങൾ നല്ലൊരു വ്യക്തിയാവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ കണ്ണടച്ച് നിൽക്കാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. മൈ നെയിം ഈസ് രാജേഷ് ചന്ദ്രൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. എൻ്റെ ഒരു സ്ഥാപനമുണ്ട്. നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് സഹായിക്കുന്ന തരത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കളികളും തിയേറ്ററും, അത് തിയേറ്റർ ഗെയിംസ് എന്നാണ് അതിന് പറയുക. ഗെയിമിലൂടെ നിങ്ങളുടെ ബ്രെയിനിലുണ്ടാകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യപ്പെടുകയും നിങ്ങൾ കളക്റ്റീവായിട്ട് ഒന്നിച്ചു നിന്ന് നിങ്ങളെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു സിലബസ് രൂപപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പേര് കുട്ടിക്കൂടാരം എന്നാണ്. തിരുവനന്തപുരത്ത് പേരൂർക്കടയാണ് ആ സ്ഥാപനം. നിങ്ങൾക്ക് തമ്പ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. തമ്പ് ട്രിവാൻഡ്രം കേട്ടോ. അപ്പോൾ കൂടുതൽ എന്നെക്കുറിച്ച് ഞാനൊന്നും വലുതായിട്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ പ്രായം മുതൽ, നിങ്ങൾ സ്കൂളിൽ പഠനകാലം മുതൽ തന്നെ ഇത്തരം ഒരു കാര്യത്തോട്, അതായത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ, എനിക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, ചോദ്യങ്ങൾ, അത് ചോദിക്കാനായിട്ട് ഒരാഗ്രഹമുള്ള ഒരാളായിരുന്നു കുഞ്ഞായിരുന്നപ്പോഴേ, ചോദ്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ അങ്ങനെ ഈ ഒരു കളിയിലേക്ക് നമ്മൾ യാദൃശ്ചികമായിട്ട് നാടകം എന്ന് പറയുന്നൊരു കാര്യത്തിനകത്തേക്ക് ഞാൻ ചെല്ലുകയും അത് പല കാര്യങ്ങളും എനിക്ക് ആൻസർ ചെയ്ത് തരുന്നതായിട്ട് എനിക്ക് തോന്നുകയും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുകയും ചെയ്തു. അപ്പോൾ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അതിനകത്ത് ചില വേഷങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുകയും അത് എനിക്കും ഭയങ്കര സന്തോഷമായി, കണ്ടിരിക്കുന്നവരും അത് സന്തോഷമാണെന്ന് തോന്നി. അങ്ങനെയാണ് അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെ എൻ്റെ കൂടെ ഈ പറയുന്ന ആർട്ട് ഫോം കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് നമ്മൾ ജീവിതം നാടകം എന്ന് ഞാനിതിന് ശീർഷകം ഉണ്ടാക്കിയത്. ഒന്ന് ഉറച്ചു പറയാമോ? ജീവിതം നാടകം പറഞ്ഞേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഉണരുന്നു, നമ്മുടെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മുതൽ എണീക്കുന്നത് തന്നെ ഒരു പെർഫോമൻസാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ അല്ല ഉണരുന്നത്. ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടായിരിക്കും ഉണരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ച് കിടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തന്നെ പെട്ടെന്ന് വേഗത്തിൽ എണീറ്റിട്ട് ആ ദിവസത്തെ മോർണിംഗ് റിച്വൽസിലേക്ക് കടക്കും. അതിനകത്ത് ചില തടസ്സങ്ങളുണ്ടാവും, അതിനെ നമ്മൾ ഓവർകം ചെയ്യും. ഇതിനിടയ്ക്ക് വീട്ടിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ ഈ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യണേ? പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിഭാഗമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരത്തെ ഞാനിവിടെ കാഴ്ചക്കാരനായിരുന്നു. എൻ്റെ റോൾ അതായിരുന്നു. ഒരു മാജിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, ഞാനത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം വന്നു. എൻ്റെ സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിത് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഞാൻ വേദിയിലോട്ട് വന്നു. ഞാനൊരു സ്ഥലം തിരഞ്ഞെടുത്തു. എനിക്കൊരു ചെറിയ ഉപകരണം കയ്യിൽ തന്നു, നിങ്ങളെയും തന്നു. അപ്പോഴത്തേക്കും സിറ്റുവേഷൻ മാറി. ഇതെനിക്ക് രാവിലെ നിശ്ചയിക്കാൻ കഴിയില്ല, ശരിയല്ലേ? രാവിലെ ഉണരുമ്പോൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റും ഇത്രയൊക്കെ സുന്ദരമായിട്ടുള്ള മുഖങ്ങളാണോ എനിക്ക് എൻ്റെ മുന്നിലേക്ക് വരുന്നത്, ഇത്രയും നല്ല രസകരമായിട്ട് കളിക്കാൻ കിട്ടുന്ന കുട്ടികളാണോ ഇരിക്കുമെന്ന് എനിക്കറിയില്ല.
ഇപ്പം യാദൃച്ഛികമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് മനസ്സിലാക്കുന്നു, ബൗദ്ധികമായിട്ട് നമ്മുടെ ചിന്തകളും വികാരങ്ങളും പുറപ്പെടുവിക്കുന്നു. നമുക്ക് ചില കാര്യങ്ങൾ റിസൾട്ടായിട്ട് കിട്ടും. ചിലപ്പോൾ നല്ലതായിട്ട് തോന്നാം, ചിലപ്പോൾ മോശമായിട്ട് തോന്നാം. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അങ്ങനെ ഇന്ന് വൈകുന്നേരം ആവുമായിരിക്കും. ഇതെല്ലാം നാടകത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ജീവിതം നാടകം എന്ന് ടൈറ്റിൽ ചെയ്തത്. ഒന്നുകൂടെ പറയാം. ജീവിതം പറഞ്ഞേ ഒരാൾ ഇതിനകത്തേക്ക് വരാമോ? ആരെങ്കിലും പ്ലീസ് കം. ഓടി. മോക്ക് മനസ്സിലായത് ജീവിതം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, കുഞ്ഞ് ജീവിക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് മോളെക്കുറിച്ച് തോന്നിയത്, ആ അനുഭവം എന്ന് പറ. മോളെക്കുറിച്ച് പറ. എൻ്റെ പേര് വരദ എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. GHSS വിളവൂർക്കൽ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാനൊരു വായനക്കാരിയാണ്. ഒരു വർഷത്തിൻ്റെ 300ഓളം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 500 പുസ്തകങ്ങൾ വായിച്ചു. ഇപ്പം ഞാനൊരു എഴുത്തുകാരി കൂടിയാണ്. ഊഞ്ഞാലക്കുട്ടിയുടെ ഉമ്മിണി കാര്യങ്ങൾ എന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം മൈൻഡ് പബ്ലിക്കാണ് പ്രസിദ്ധീകരിച്ചത്. ജൂൺ 19 വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് ഇത് പ്രകാശനം ചെയ്തത്. നാളെ 10-ാം തീയതി വരദയുടെ വായനാലോകം എന്ന ഒരു സെഷൻ ഇവിടെ തന്നെ സ്റ്റുഡൻസ് കോർണറിൽ എനിക്ക് വേണ്ടിയുണ്ട്. യെസ്, ഇതാണ്. താങ്ക് യു. അയാൾക്ക് അയാളുടെ ഓർമ്മകളും അയാളുടെ അനുഭവങ്ങളും കൂടെ ഒരു ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ എഴുതുന്നു വായിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഒരാൾ അയാളുടെ അനുഭവങ്ങളായിരിക്കും കുറിച്ച് വയ്ക്കുക. അത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളുടെ അറിവും കൂടെ നമ്മുടെ അനുഭവം കൂടെ ചേർത്തിട്ടാണ് അത് വായിക്കുന്നത്. അപ്പോൾ ഇത് എഴുതുന്നു വായിക്കുന്നു. എന്നാൽ ഈ കലാരൂപത്തിന് നാടകം കണ്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്താമോ? നാടകം കണ്ടിട്ടുള്ളവർ, നാടകങ്ങൾ കണ്ടിട്ടുള്ളവർ ഇത്ര പേരേ ഉള്ളോ? യെസ്. നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളവർ, നാടകത്തിൽ പങ്കെടുത്തിട്ടുള്ളവർ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ യെസ്, ധൈര്യമായിട്ട് ഉയർത്തിക്കോ. നല്ല ഞാൻ ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമായിട്ട് പറയണം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം കുറേ പേർക്ക് നമുക്ക് നാടകം കണ്ടിട്ടില്ലാത്തവരുണ്ട്. കുറച്ച് പേർക്ക് അതിനകത്ത് എങ്ങനെയാണ് അതിനകത്ത് ഇടപെടുന്നതെന്ന് അറിയില്ല. നാടകം അഭിനയം കൊണ്ട് മാത്രം അത് കഴിയില്ല. അപ്പോൾ അതിനകത്ത് എല്ലാ കലാരൂപങ്ങളുടെയും അംശങ്ങളുണ്ട്. അതിനകത്ത് സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ചമയമുണ്ട്, കോസ്റ്റ്യൂം ഡിസൈനിങ് ഉണ്ട്, പ്രകാശ സംവിധാനങ്ങളുണ്ട്, തുടങ്ങി സമസ്ത സാഹിത്യമുണ്ട്. അപ്പോൾ അതിന് താള സംബന്ധമായിട്ടുള്ള റിതം, ഇൻസ്ട്രുമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ, മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് തുടങ്ങി സകല കലകളുടെയും ഒരു സമ്മേളനമായിട്ടുള്ളൊരു കാര്യം കൂടെയാണ് നാടകം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഇടപെടാൻ പറ്റും. അതാണ് നാടകകലയുടെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് പാടാൻ അറിയാവുന്നവർക്കും നൃത്തം ചെയ്യാൻ പറ്റുന്നവർക്കും കഥ എഴുതാൻ പറ്റുന്നവർക്കും ഒക്കെ ഇടപെടാൻ പറ്റുന്ന ഒരിടം കൂടെയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ എണീറ്റ് വരാം. എല്ലാവരും, എല്ലാ കളിക്കാരും എണീറ്റ് വന്നേ, പ്ലീസ് കം. നമുക്ക് ഈ മുൻവശത്തേക്ക് വാ. ഓടിവായോ, ഓടിവാ. അവിടെ ഇരിക്കുന്നവര് വാ. ഫോം എ സർക്കിൾ പ്ലീസ്. എണീറ്റ് വാ. നമ്മൾ കേൾക്കാനുള്ള, നമ്മൾ മനസ്സിലാക്കുക ഇത് എങ്ങനെയാണ്. ഓടിവാ, ഒരു കളി കളിക്കാം. നിങ്ങൾ ഏത് സ്കൂളാണ്? സെൻറ് തോമസ് ഗംഭീര സ്കൂളല്ലേ. അവിടെ ഒരുപാട് കളികളൊക്കെ ഉള്ളൊരു സ്കൂളല്ലേ. അപ്പോൾ നമുക്കൊരു കളി കളിക്കാം. ഇറങ്ങി നിന്നോ മോനെ. ഏതാണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് താഴേക്ക് ഇറങ്ങി വൃത്തത്തിൽ വരാമോ? പെട്ടെന്ന് 1 2 3 4. ഇനി നമുക്ക് ക്ലാപ്പ് ചെയ്യുന്ന തരത്തിൽ ഒരാൾ ലീഡ് ചെയ്യുന്നു, മോള് ക്ലാപ്പ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ 1 2 1 2 3 1 2 1 2 3 എന്നുള്ള താളത്തിൽ ചെയ്തേ. നമ്മൾ പതിയെ കൂടാം. അങ്ങനെ നമുക്ക് കളി തുടങ്ങാം. റെഡി മോള്? 1 2 1 2 3. മെല്ലെ നിങ്ങൾ ജോയിൻ ചെയ്യും.
കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3. ഇനി നമ്മൾ ഈ കയ്യിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ കൂടെ തന്നെ കാലും കൂടെ ചെയ്യും. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 ആൻഡ് മൂവ്. പതിയെ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ സ്പേസിനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മൾ സ്പേസ് എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച്, സ്പേസ് ഇടം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യും? സ്പേസ് എന്നുള്ള കാര്യത്തിന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇടം, ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പഠിച്ചതിൽ? ആ സ്ഥലം. അപ്പൊ നിങ്ങൾ ഈ സ്ഥലം പരിചയപ്പെടുന്നു, ഈ സ്ഥലം പരിചയപ്പെടാം. ഓക്കെ, ജസ്റ്റ് മൂവ്. ഞാൻ വിസിലടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പതിയെ മൂവ് ചെയ്ത് പോയാൽ സൈഡിലോട്ട് മൂവ് ചെയ്ത് സർക്കിൾ. അപ്പം അവിടെ കയറ്റിറക്കങ്ങളുള്ള സ്ഥലങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസം നിങ്ങൾ പത്രം വായിക്കുന്ന ആരെങ്കിലോ ന്യൂസ് കേൾക്കുന്നവരുണ്ടോ? ഒരു MLA ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്ന് വീണു, അങ്ങനെ ഒരു വാർത്ത കേട്ടോ? ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ? അത് ഇവിടെ പടികളൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ഈ സ്പേസിനെ ഒന്ന് പരിചയപ്പെടുന്നു. ആദ്യം ചെയ്യേണ്ട എന്താണ്? നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ, നിങ്ങളൊരു കളിസ്ഥലത്ത് പുതിയതായിട്ട് ചെല്ലുന്നു, ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ കേട്ട് ശ്രദ്ധിക്കും പക്ഷേ സമയമില്ല, മോനെ ശ്രദ്ധിക്കും പ്ലീസ്. ആദ്യം ചെയ്യുന്നത് നമ്മളെന്ത് ചെയ്യും? ആ പരിസരത്തിനെ നന്നായിട്ട് മനസ്സിലാക്കും. ആ മാഡത്തിന് അത് സാധിച്ചോ? ഈ വീണ മാഡത്തിന് അവരെന്താ ചെയ്തത്? ആ വീഡിയോ നമ്മൾ കണ്ടല്ലോ, എന്താ സംഭവിച്ചത്? അത് കണ്ടോ? അത് എങ്ങനെയാണ് വീണതെന്നുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അതിനകത്ത്. അതെങ്ങനെ സംഭവിച്ചേ? പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് മറ്റേ ആൾ വിളിച്ചതും എന്നിട്ട് പുറകിലോട്ട് ഇങ്ങനെ നടന്നു വരികയായിരുന്നു അല്ലേ? അപ്പോൾ ഈ കാലങ്ങ് മറഞ്ഞു പോയപ്പോഴത്തേക്ക് അയാൾ വീണു അല്ലേ? വലിയ അപകടത്തിലോട്ട് പോയി. അപ്പം നമുക്ക് ഈ ആദ്യം അതൊരു പാഠമായിട്ടിരിക്കട്ടെ, മനസ്സിലായോ? നമ്മളൊരു സ്ഥലം ആദ്യം, നിങ്ങളിപ്പോൾ അരങ്ങാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ അരങ്ങിനെ മനസ്സിലാക്കുക, ആ സ്പേസിനെ ആദ്യം മനസ്സിലാക്കുക. അവിടെയാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കിച്ചണിനകത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേവിച്ച് പാചകം ചെയ്യാൻ പോകുന്നു, ആ സ്ഥലത്ത് ലൈറ്റർ എവിടെയാണ് ഇരിക്കുന്നത്, ഗ്യാസ് ഓൺ ആയിട്ടിരിക്കുകയാണോ, അതിൻ്റെ മണം വരുന്നുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് പോകുന്നു. യെസ്, ദെൻ മൂവ്. ജസ്റ്റ് ഇങ്ങനെ സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. മൂവ്. 1 2 clap with clap. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3. മേളിൽ കയറി കിടക്കാം. 1 2 1 2 3. മൂവ്. 1 2 അകത്ത് പോ. 1 2 1 2 3 1 2. യൂസ് ദ സ്പേസ്. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3. മൂവ്. പതിയെ ജമ്പ് ചെയ്തോ. 1 2 1 2 3 1 2 1 2 3 and move. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3. സ്റ്റഡി. പറയിലോട്ട് മുതുകിൽ ചാടരുത്. 1 2 1 2 3 അകത്ത് പോ. കുറച്ചുകൂടെ നന്നായിട്ട് അകത്തോട്ട് പോയോന്നെ. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 clap 1 2 1 2 3 കാല് 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2. ഈ സ്പേസ് കൂടുതൽ ഉപയോഗിക്കുക. മൂവ്. ഈ സ്ഥലം ഉപയോഗിക്കുക. അങ്ങോട്ട് പോ. മൂവ്. കൂടുതൽ സ്ഥലം ഉപയോഗിക്കുക. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1. ഈ കാലിലെ ടാപ്പ്. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3. clap 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 and stop. Then you can sit. No problem. ഒരു പ്രശ്നമില്ല. വേണം.
ഈ സ്ഥലം കുറച്ചുകൂടെ സൗകര്യമാക്കിയേ കുഞ്ഞാനീറ്റ്, കുറച്ചുകൂടെ സൗകര്യമുള്ള ഇതാക്കി മാറ്റിയേ, കുറച്ചുകൂടെ ഈ സ്ഥലം നമുക്ക് സൗകര്യപ്പെടുത്താം, ഒരു കളി സ്ഥലമാക്കി ഇതിനെ മാറ്റാം. യെസ്, സൗകര്യമായിട്ടിരിക്കാം കേട്ടോ. എവിടെയാണെങ്കിലും നമുക്ക് മൂവ് ചെയ്യാനും. നിങ്ങൾ സൗകര്യത്തിലാണോ ഇരിക്കുന്നത്? മതിയോ? കുറച്ചുകൂടെ സ്ഥലം വേണോ? പിറകിലോട്ട് നോക്കിയേ. കേബിൾ ഉണ്ടാവും, എല്ലാം നോക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, അതാണ് സ്പേസ് മനസ്സിലാക്കും. യെസ്. ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഒരു 5 പേരുള്ള ഗ്രൂപ്പായിട്ട് എണീക്കുക. 1 2 3 4 5. വാ, ഇത് നിങ്ങൾ കുറച്ചുകൂടെ പുറകിലോട്ട് നീങ്ങിയിരുന്നു. ഇവർ നിങ്ങൾ നടുക്ക് നീക്കി. ഇതിനകത്ത് ഈ നാടകം എന്ന് പറയുന്ന കാര്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ കുറച്ച് പേര്. നിങ്ങൾ കണ്ടിട്ടുള്ളവരും അഭിനയിച്ചിട്ടുള്ളവരാരൊക്കെയെന്ന് പറഞ്ഞോ, ഒന്നുകൂടെ പറയാമോ? ഇതിനകത്ത് ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്? മോള് പേര് പറഞ്ഞോ, പേര് പറയാമോ? റിയ, അദ്രിജ, ശ്രീദേവി, ദിയ, ത്രേത. അപ്പം നിങ്ങൾ 5 പേരുള്ളൊരു സംഘം ഒരു വലിയ മരം ഇവിടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണിക്കാമോ? 5 പേരും കൂടെ ചേർന്ന് നിങ്ങളുടെ ശരീരം കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുന്നു, ഒരു ശില്പം പോലെ കാണിക്കുന്നു. ഇപ്പോൾ അതിനകത്ത് എങ്ങനെ കാണിക്കുമെന്നുള്ളതല്ല. 1 2 3 4 5 5 പേരും, ഒന്നാമത്തെ ആൾ വരുന്നു, രണ്ടാമത്തെ ആൾ വരുന്നു, 5 പേരും കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു ട്രീയുടെ ഷേപ്പ് ഉണ്ടാകുന്നു. ഓക്കെ, റെഡി, സിമ്പിൾ. 1 2 3 സ്റ്റാർട്ട്. 1 ബിഗിൻ ചെയ്ത് ഇവിടെ വരിക, ആ ട്രീയുടെ ഒരു പാർട്ടാവുന്നു. അടുത്ത ആൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. 2 രണ്ടാമത്തെ ആൾ. വെരി ഗുഡ്. 3 4. നിങ്ങളെ വിസിബിൾ ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ നോക്കാമോ? നിങ്ങളെ ഈ പുറകിൽ നിൽക്കുന്ന ആളുകൾ ഇനി വേറൊരു മരം. ഒന്നുകൂടെ 1 ആയി. 2 കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പൊസിഷൻ എടുക്കാമോ? നിങ്ങൾ ആ സ്പേസ് നോക്ക്, ഈ സ്ഥലം ഒന്ന് നോക്കിയച്ച് ആ ശില്പത്തിൻ്റെ നിങ്ങളെ കൂടെ കാണാവുന്ന തരത്തിലേക്ക് വലിയ മരമാക്കാം. യെസ്, സ്റ്റാർട്ട്. 2 ഇപ്പം നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനല്ലേ നിൽക്കുന്നത്? പുറകിൽ നിൽക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം റൗണ്ടായിട്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ത്രിമാന സ്വഭാവമുള്ള 3D എന്നുള്ള അറിയാമോ? 3D എന്ന് പറയാം. ത്രിമാന സ്വഭാവമുള്ള ഒരു ശരീരമാണ് മനുഷ്യ ശരീരം. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എല്ലാ സൈഡിലും കാണാവുന്ന രീതി കുറച്ചുകൂടെ. ആൻഡ് ഷോ. ട്രീ വലുതാക്ക്. 5 വരെ എണ്ണുന്നതിനകത്ത് 1 പെട്ടെന്ന് ചെയ്യണം. 1 2 3 4 and 5. ഫ്രീസ്. അവിടെ നിന്നോ. അടുത്ത 5 പേര് എണീറ്റു. അടുത്ത 1 മോള് 2 പെട്ടെന്ന് സമയമില്ല. 3 4 5 എണീറ്റോ മോനെ. നിങ്ങൾ ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ബേഡ്സ് ആയിട്ടാണ് പക്ഷികൾ ഈ മരത്തിൻ്റെ അടുത്ത് പക്ഷികൾ പറന്ന് നടക്കുന്നത് പോലെ വെറുതെ മൂവ് ചെയ്യുക. ആദ്യം മൂവ് ചെയ്യാമോ? കാണട്ടെ, എല്ലാവരും കാണട്ടെ, മറയാതിരിക്കുക. മരം നിങ്ങൾക്ക് മരത്തിൻ്റെ ചില്ലകൾക്ക് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം. യെസ്, മൂവ്. നിങ്ങൾ പക്ഷികൾ വെളിയിൽ വാ, പറന്നു വാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ. എവിടെ എന്നെ കാണാമോ? പുറത്തേക്ക് വാ, പറന്നു വാ, പുറത്തു വാ, വേഗം. നിങ്ങൾ മരത്തിന്റെ ചുവട് നീങ്ങുന്നുണ്ടോ? അത് ഉറപ്പിക്കും. എന്നിട്ട് നമുക്ക് ശരീരം അനക്ക്. മോളുവശം ബ്രാഞ്ചസ് ഒക്കെ അനക്കിക്കും, കുഴപ്പമില്ല. പറന്ന് താഴേക്ക് വാ. വായോ. ഇവിടെ പറന്നു. ഇവിടെ അകത്ത് പറന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവർ ചെയ്തോട്ടെ. പതിയെ പറന്നു പോയിട്ട് ഈ ചില്ലകളുടെയോ താഴെയോ ഒക്കെ ഇരിക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് ഫ്രീസ് ആവും. ഫ്രീസ്.
മനസ്സിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തേ. ചിറകുണക്കുന്നതോ, ചിറക് ഉണക്കുന്നു, വെള്ളം കുടിക്കുന്നു. ബാക്കിയുള്ളവർ സംസാരിക്കില്ല, പ്ലീസ് പ്ലീസ്, ജസ്റ്റ് വാച്ച് പ്ലീസ് പ്ലീസ്. ചെറുകളി നിങ്ങൾ എല്ലാവരെയും കാണാവുന്ന രീതിയിൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പേ പ്രദർശിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. ധൈര്യപൂർവ്വം ചെയ്തോ. എന്തെങ്കിലും പക്ഷികൾ ചെയ്യുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഫ്രീസ് എന്ന് പറയുമ്പോൾ ഫ്രീസ് ആവും, ട്രീയും അതുപോലെ കേട്ടോ. മൂവ് ചെയ്തോ. നിങ്ങൾ പക്ഷികൾ തമ്മിൽ കൊക്കുരുമുന്നത് പോലെയോ നിങ്ങൾ തമ്മിൽ രണ്ട് പക്ഷികളൊക്കെ ഒന്നിച്ചിരിക്കുന്നു, പക്ഷികൾ ഉറങ്ങുന്നു. ആൻഡ് ഫ്രീസ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്ക്. ഇത് ഈ വിഷ്വല് കൺവേ ആവുമോ? മരമാണെന്നും പക്ഷികളാണെന്നും തോന്നൂല. തോന്നും. യഥാർത്ഥത്തിൽ ഈ മരത്തിനകത്ത് നമ്മൾ ഇലകളൊക്കെ ഉണ്ടോ? യഥാർത്ഥ ഇലകൾ ഇതുപോലെ ഉണ്ടോ? അപ്പോൾ മോളിരുന്നോ? എല്ലാവരും നിങ്ങൾ ആ ചെയ്ത ഗ്രൂപ്പ് അവിടെ ഇരുന്നു. ഇപ്പം നിങ്ങൾ ചെയ്തതേ, നിങ്ങളൊരു ഒരു സംഘം മരം പോലെ രൂപപ്പെടുത്തി, അവിടെ കുറേ പക്ഷികൾ വന്നു, അവർ എല്ലായിടത്തും സഞ്ചരിച്ചിട്ട് നിങ്ങൾ ആ ചുവടിൽ വന്നിട്ട് ഇരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്ത് ബാക്കി ആരെങ്കിലും പുതിയതായിട്ടൊരാൾ വന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ? ആ ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാവണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതാണ് ഈ ഡ്രാമ അല്ലെങ്കിൽ തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തത്, ചില കൊച്ചു ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കളിയിലോട്ട് പോകാം. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചു? ശരീരം അല്ലേ? പറഞ്ഞേ. ബോഡി പറ. നിങ്ങളെ മനസ്സുകൊണ്ടല്ലേ സങ്കല്പിച്ചേ? ഞാനൊരു മരമാണെങ്കിൽ ഈ മരത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി നിൽക്കാം, അത് ഞാനൊരു ചില്ലയായിട്ട് മാറാം എന്നൊക്കെ വിചാരിച്ചോ? അത് നമ്മുടെ ഇമാജിനേഷനാണ്. അപ്പം മൈൻഡ്. ഇനി ഒന്നുണ്ട്, ശബ്ദം, വോയിസ്. പറഞ്ഞേ, കുറച്ച് പറ. വോയിസ് എന്നുള്ളതിന് ശബ്ദമില്ലല്ലോ, വോയിസ്. അപ്പം ബോഡി, മൈൻഡ് ആൻഡ് വോയിസ് പറ. ഇതാണ് ഈ കലാരൂപത്തിൻ്റെ പ്രധാനപ്പെട്ട ടൂള്. അപ്പം ചിത്രം വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ചിത്രം വരയ്ക്കുന്ന ആളുകൾ, ചിത്രം വരയ്ക്കുന്നവർ, പെയിൻറ്റിങ് ആവാം, പെൻസിൽ ഡ്രോയിങ് ആവാം, ഉണ്ടല്ലോ. മോളൊന്ന് എണീറ്റിട്ട് ഏതുതരം ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ചിത്രം രൂപപ്പെടുത്താം? കാർട്ടൂൺ സ്റ്റൈലാണ്. അതിനകത്ത് ഞാൻ ചിലപ്പോൾ ആനിമൽസിനെ ഡ്രോ ചെയ്യും, അല്ലെങ്കിൽ പ്ലാന്റ്സ്, ഹ്യൂമൻസ്. എൻ്റെ പേര് റിയ. മറ്റേ കാർട്ടൂണിനകത്ത് ഞാൻ ചിലപ്പോൾ പൂച്ചേനെ, ആനിമൽസിനെ ഡ്രോ ചെയ്യും, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ, പ്ലാന്റ്സ് അതൊക്കെ ഡ്രോ ചെയ്യും. പിന്നെ ഞാൻ ചില സമയത്ത് മാത്രം മറ്റേ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ചെയ്യും, മറ്റേ ഫണ്ണായിട്ടുള്ള. കളറ്, പെൻസില്, പെന്ന്, റൂളറ്, പിന്നെ മാർക്കേഴ്സ്. ഇത്രയേ ഉള്ളൂ. പേപ്പറിലോ? ഇപ്പൊ പറഞ്ഞു. സ്പേസ് എംപ്റ്റി ആയിരിക്കും. ഫസ്റ്റ് ഞാൻ ഷേപ്സ് ഒക്കെ ഡ്രോ ചെയ്ത് വെക്കും അതിനകത്തുള്ള. മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്യാരക്ടേഴ്സ്.
പ്ലാനിങ്ങിന്റെ തലയിൽ. തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിട്ടില്ലേ? ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ ഡ്രോയിങ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് കുറേ ഡാറ്റാസ് ഇങ്ങനെ കിട്ടും. അതിന് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ. നമ്മൾ വായിക്കുന്നതിലൂടെ കിട്ടാം, മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടാം, പരിസരത്തു നിന്ന് കിട്ടാം. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് കാണാൻ ശ്രമിക്കുന്നിടത്തുനിന്നാണ് ഇത്തരം കാഴ്ചകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയി മാറുന്നത്. അത് തന്നെയല്ലേ എഡ്യൂക്കേഷൻ? പഠനം എന്ന് പറയുന്നത് അത് തന്നെയല്ലേ? ആണോ? നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് ശരിതെറ്റുകളായിട്ട് പരിശോധിച്ച് നോക്കുകയും അതിൽ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകുന്നതിൻ്റെ പേരല്ലേ എഡ്യൂക്കേഷൻ? ആണോ? അതോ വെറുതെ ടീച്ചർ പറയുന്ന കാര്യം പഠിക്കുന്നത് മാത്രമാണോ? അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതൊരു പഠനം എന്നുള്ള രീതിയിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് പുറകിലോട്ട് പോയി സർക്കിളിലോട്ട് പോവാം. നിങ്ങളുടെ ഇടത്തോട്ട് പോകും. നിങ്ങളുടെ ഇടത്തിലേക്ക് ഇരുന്നോ. ഇനി നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. ജസ്റ്റ് ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് എണീറ്റ് നിൽക്കും. മ്യൂസിക് ഒന്ന് ഇടാം. നമ്മളിപ്പം ചെയ്യുന്നതേ, ഞാൻ എൻ്റെ ബേസിക് കാര്യം മാത്രം പറയാനുള്ളൊരു സമയമേ ഉള്ളൂ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു സമയമാണ് എനിക്ക് ഉള്ളത്. ആ സമയത്ത് നമുക്കൊരു ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണ് തിയേറ്റർ, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു പെർഫോമറായിട്ട് മാറുന്ന ആളുകൾ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം, അതർവൈസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ സിനിമയിലായാലും തിയേറ്ററിലായാലും പെർഫോമൻസ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ആക്ടേഴ്സ് ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കുകയാണ്. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കുള്ളൂ. കൈയൊക്കെ താഴ്ത്തിയിടാമോ? ഇനി നിങ്ങൾ വിസിബിൾ ആവണം, മറയരുത്, മറഞ്ഞു നിൽക്കരുത്. നിങ്ങളെ കാണട്ടെ, എല്ലാവരും കാണട്ടെ. അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് നിൽക്കും. അയാൾ പിറകിൽ നിൽക്കുന്നു. കാണാവുന്ന രീതിയിൽ, എല്ലാവരും കാണാവുന്ന രീതിയിൽ മറയാതെ നിൽക്കും. അതെ, യെസ്. മ്യൂസിക് ഒന്ന്, ഈ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ കണ്ണടച്ച് നിൽക്കാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. കൈയൊക്കെ നോർമലാക്കി ഇടാമോ? ലിസൺ ദ മ്യൂസിക്. കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് മാറുക. സ്റ്റാൻഡിങ് പൊസിഷൻ നമുക്ക് പല തരത്തിൽ നിൽക്കാമല്ലോ. ഞാൻ ഒരു 5 കൗണ്ട്സ് തരാം. കൈ താഴ്ത്തിയിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കൊണ്ട്, ഇപ്പം നേരത്തെ മരം ഉണ്ടാക്കിയില്ലേ, അതുപോലെ കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പോസ്റ്ററിലേക്ക് വെറുതെ ശരീരത്തിനെ മാറ്റി കാണിക്കുക. ഓക്കെ, 1. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. 2. ഇപ്പൊ നിൽക്കുന്ന രീതിയിൽ നിന്ന് മാറിയാൽ മതി. 3. Slowly change. 4. Change your body. Change your body into another shape. Make a shape on standing position. Change. നേരത്തെ നിന്ന ആളെ അല്ല ഇപ്പൊ നിൽക്കുന്നത്. And 5. Freeze.
Now we are going to change the poster into number 2. ഓക്കെ, അടുത്ത പോസ്റ്ററിലേക്ക് മാറുന്നു. നിങ്ങൾക്ക് ഒന്ന് കണ്ണു തുറക്കാമോ? ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് ബ്രേക്ക് ചെയ്യുന്നു. അതായത് മോനെ ഇങ്ങനെ വന്നാടാ, പ്ലീസ് കം. മോൻ്റെ പേരൊന്ന് പറ. എൻ്റെ പേര് പ്രണവ്. സെന്റ് തോമസ് മുക്കോലേക്കൽ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായി, കുഴപ്പമില്ല. നമുക്ക് തന്നെ നമ്മുടെ പേര് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സംശയമൊക്കെ വരും. കാരണം നമ്മൾ വേറൊരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഇതിലോട്ട് മാറുന്നത്. ഇപ്പം പെട്ടെന്ന് ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലല്ലേ മോന്നുന്നത്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, കൈ താഴെ ഇട്ടു. എന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് പല തരത്തിൽ നമ്മുടെ പല ആവശ്യങ്ങൾക്ക് നമ്മൾ നിൽക്കുന്നതെന്ന് കാണിച്ചാൽ. ഒരു ഉയർന്ന സ്ഥലത്തു നിന്ന് ഒരു സാധനം വലിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഉയർന്നു പിടിക്കുന്നു. അങ്ങനെ എത്തുന്നു. അടുത്തത് താഴ്ന്ന ഒരു സാധനം കുനിഞ്ഞെടുക്കുന്നു. താഴ്ന്നു. യെസ്. ഇനി ഒരു കയറ് പോലത്തെ ഒരു സംഭവത്തിനെ വലിക്കുന്നു. വലിച്ചു പൊട്ടിക്കുന്നു. നല്ല പ്രഷർ, ഫുൾ പ്രഷർ. യെസ്. അടുത്തത് വീഴാൻ പോയിട്ട് തെന്നിയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. വീഴുമെന്ന് തോന്നിയിട്ട് ഇങ്ങനെ ബാലൻസ് മിസ്സായി പോയി. യെസ്. ഓക്കെ. ഇത്രയും സാധനം 1, 2, 3 എന്ന് ചെയ്ത് കാണിച്ചേ. 1 മാക്സിമം 2 then 3 pull then and 4. These are the standing positions. നമ്മുടെ ഒരു നീഡിനായിട്ട് നമ്മുടെ ശരീരം അങ്ങനെ എഴുന്നേൽക്കുന്നതിനൊരു കാരണമുണ്ട്, അല്ലാതെ നമ്മൾ എണീക്കത്തില്ല. ഇരിക്കുന്നതിനൊരു കാരണമുണ്ട്, അല്ലേ? കിടക്കുന്നതിനും കാരണങ്ങളുണ്ട്. ഇപ്പം നമുക്ക് സുഖമില്ല, അപ്പം നമ്മൾ ഇപ്പം ചെല്ലും. നമുക്കിനി ഈ രീതിയിലൊന്ന് നോക്കാം. നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളൊരു സ്റ്റേറ്റിലാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മാനസികാവസ്ഥയിലാണ്. ആ സമയത്ത് നമ്മളെങ്ങനെ നിൽക്കും? ജസ്റ്റ് ഇമാജിൻ ആൻഡ് ഷോ ദ കൈ കെട്ടി റിലാക്സ്. കൈക്ക് താഴെ എടുക്കും. തുടങ്ങാം. മ്യൂസിക് പ്ലീസ്. Close your eyes. Where you are? Just question number 1. Who are you? ആരാണ് നിങ്ങൾ? എവിടെയാണ് നിങ്ങളുള്ളത്? Why? എന്തുകൊണ്ടാണ്? ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ പറയുന്നത് പോലെ ഷേപ്പ് കാണിച്ചു തരിക. ഓക്കെ. 1 കണ്ണടച്ചുകൊണ്ട് തന്നെ. 2 ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ആവശ്യത്തിലാണ് നമ്മുടെ ശരീരം ഇപ്പോൾ ഉള്ളത്. 3 ജസ്റ്റ് എൻഗേജ് ആൻഡ് പ്ലേ. 4 കൈ കെട്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അതാണ് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്തോ. ഓക്കെ. ആൻഡ് 5 വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റർ ആക്കി മാറ്റാം. അതിനെ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് റീഡിസൈൻ ചെയ്യും. അതിൻ്റെ ആവശ്യം. വെരി ഗുഡ്. ചെയ്തോ. വെരി ഗുഡ്. നിൽക്കുന്നു. ഇനി കണ്ണു തുറന്നിട്ട് ആ പോസ്റ്ററിനെ കണ്ടിന്യൂ ചെയ്യും. കമ്മ്യൂണിക്കേറ്റ്. നിങ്ങൾ എവിടെയാണുള്ളതെന്ന് എനിക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിലാക്കുക. യെസ്. പറ്റായിയുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന്? ശരി. അടുത്ത നിങ്ങൾക്ക് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് സിറ്റിംഗ് പൊസിഷനിലേക്ക് മാറുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും നിങ്ങളുടെ ഈ ഡ്രസ്സ് നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. നിങ്ങളുടെ കോസ്റ്റ്യൂം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലല്ല നിങ്ങളുള്ളത്, അതെനിക്കറിയാം. അതിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഈ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിന്ന് നമ്മൾ സിറ്റിംഗ് പൊസിഷനിലേക്ക് മാറുന്നു. 1, 2, 3, 4 and 5.
ഒരു പ്രത്യേക തരത്തിൽ നിങ്ങൾ ഇരിക്കുന്നു. കണ്ണടച്ചോ. നമ്മൾ വളരെ നോർമലായിട്ടുള്ളൊരു സിറ്റിംഗ് പൊസിഷനിൽ വന്നു. ക്ലോസ് യുവർ ഐസ്. എൻ്റർ ഇൻ ടു അനദർ വേൾഡ്. ലിസൺ ദ മ്യൂസിക്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്തുള്ള ചോദ്യങ്ങൾ, ആരാണ് ഞാൻ? ഏതായാലും നിങ്ങളല്ല. ഇതിനകത്ത് സംഭവിക്കുന്നത് ഒരു പെർഫോമൻസിനകത്ത് സംഭവിക്കുക. ഞാൻ പറഞ്ഞു, ഡെയിലി നമ്മൾ പല 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 കഥാപാത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രാവലറാണ്. നിങ്ങളൊരു ലഞ്ച് ഹാളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരാളായി മാറും. ക്ലാസ് റൂമിൽ ചെല്ലുന്ന സമയത്ത് ഒരു സ്റ്റുഡൻ്റ് ആവും. പ്ലേ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ ഒന്നാം തരം കളിക്കാരനായി മാറും. വീട്ടിൽ ചെല്ലുമ്പോൾ മകനോ മകളോ ആകും. അങ്ങനെ വി ആർ ട്രാവലിംഗ്. ആക്ച്വലി വി ആർ ചേഞ്ചിങ് അവർ ക്യാരക്ടേഴ്സ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവാം, ഇഷ്ടക്കേടുകളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ തന്നെ നമ്മൾ വിവിധ ആളുകളെ കണ്ണടച്ച് കേൾക്കും. വിവിധ ആളുകളായിട്ട് മാറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പെർഫോമേഴ്സാണ്. ഇതിൽ ഏറ്റവും നന്നായിട്ട് ഒരു ഇടത്ത് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ആളുകൾ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടും. നന്നായിട്ട് നമ്മളുടെ പ്രകടനങ്ങൾ നന്നാവുന്ന സമയത്ത് നമ്മൾ വാല്യൂ ഉള്ള ആളുകളായി മാറും. നമുക്ക് ലീഡർഷിപ്പ് കിട്ടും. ഏറ്റവും ഉന്നതമായ നിലകളിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ടാവും. അതാണ് ജീവിതത്തിലേക്ക് നാടകം തരുന്ന ഒരു ലീഡ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. എങ്ങനെയാണ് നമ്മളൊരു ബെസ്റ്റ് പെർഫോമർ ആകുന്നത്? നിങ്ങളൊരു നടനാകുക മാത്രമല്ല, നിങ്ങൾ നല്ലൊരു വ്യക്തിയാവുകയാണ് ചെയ്യുന്നത്. യെസ്, മ്യൂസിക് ഒന്നുകൂടെ. നമുക്ക് സിറ്റിംഗ് പൊസിഷനിലുള്ള ഒരു 1-2 പോസ്റ്റർ ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാൻഡിങ്ങിൽ വളരെ ഡിഫറൻ്റായിട്ട് കുറച്ച് പേര് ചെയ്തു. കുറച്ച് പേർക്കൊരു ഇൻഹിബിഷൻ ഉണ്ട്. അത് ഞാനെങ്ങനെ ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞത് വില്ലിങ് ആവുക. വെറുതെ കളിക്കാൻ തയ്യാറാവുക. മനസ്സും ശരീരവും കൊണ്ട് കളിക്കുന്ന, ജീവിതത്തിൽ കളിക്കുന്നത് പോലൊരു കാര്യമാണ് അല്ലേ? യെസ്, ക്ലോസ് യുവർ ഐസ് ആൻഡ് ലിസൺ ദ മ്യൂസിക്. ഞാൻ 5 എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ട് കൈയും കാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക സിറ്റിംഗ് പൊസിഷനിൽ. 1, 2. അതിൻ്റെ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എവിടെയാണ്, എന്തിനാണ് ഇരിക്കുന്നത്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇറ്റ്സ് എ ഡൂയിങ്. അതുകൊണ്ടാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഡ്രാമ ഈസ് ഡൂയിങ് ആക്ച്വലി. കേട്ടോ, പ്രവൃത്തിയുടെ കലയാണ്. യെസ്, 1, 2, 3. ചേഞ്ച് സ്ലോലി ചേഞ്ച് യുവർ പൊസിഷൻ. കാല് മാറ്റുക, കൈ മാറ്റുക. ആൻഡ് 5. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ട്. നോക്കട്ടെ. എന്നിട്ട് മെല്ലെ കണ്ണു തുറന്നോളൂ. ഓപ്പൺ യുവർ ഐസ് ആൻഡ് വാച്ച് അറൗണ്ട്. അങ്ങനെ തന്നെ ഇരുന്നോണ്ട് നിങ്ങൾ പരസ്പരം കാണും. നോർമൽ ആയിക്കോളൂ. നോർമൽ. അടുത്ത പോസ്റ്റർ ഈ വളരെ വിചിത്രമായിട്ട് ചെയ്യാം. കാലിന്റെ പൊസിഷൻ മാറ്റാം, കൈകൾ മാറാം, ചാഞ്ഞിരിക്കാം, കമഴ്ന്നിരിക്കാം. ഞാൻ കാണിച്ചില്ലേ, നമ്മുടെ ശരീരം വില്ലിങ് ആവുക എന്നുള്ളതാണ് പ്രധാനം. യെസ്, നെക്സ്റ്റ് പോസ്റ്റർ. റെഡി? 1. കണ്ണടയ്ക്കാൻ പറയുന്നത് നിങ്ങൾക്ക് ആ ലോകത്തേക്ക് പോകാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇവിടെ ഈ സ്ഥലം ഒന്ന് മറക്കാം നമുക്ക്. ക്ലോസ് യുവർ ഐസ്. ചേഞ്ച്. 1. വളരെ നന്നായിട്ട് ചെയ്യുന്ന ആരെന്ന് നോക്കട്ടെ. മിടുക്കന്മാരാരാണ്, മിടുക്കുകൾ ആരാന്ന് കാണട്ടെ. 2, 3. ശരീരം വളരെ വ്യത്യസ്തമായ ഒരു പൊസിഷനിലേക്ക് പോകാൻ ഒരു റീസൺ ഉണ്ടാവും. റീസൺ ഇല്ലാതെ നമ്മളൊന്നും ശരീരം അനക്കാറില്ല. ദാറ്റ്സ് കോൾഡ് ബോഡി ലാംഗ്വേജ്. ചേഞ്ച്. 3, 4. ചില ധൈര്യപൂർവ്വം ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യൂ, കൂടെ ചെയ്യൂ. ആൻഡ് 5. Freeze in that state and look around.
അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ കാണും. മോനെ മാറ്റില്ലേ, പോസ്റ്റർ മാറ്റാതിരുന്നുകൊണ്ട് കണ്ണ് തുറന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതും കൂടെ കാണുക. ജസ്റ്റ് റീഡ്, മനസ്സിലാക്കുക. എന്തായിരിക്കും ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഡാൻസ് ആയാലും, ഡാൻസ് എന്ന് പറയുന്ന ഒരു വലിയ വേറൊരു കലാരൂപമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ ജസ്റ്ററൽ പോസ്റ്ററായിട്ടുള്ള കാര്യങ്ങൾ റിതമിക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാൻസ്. യെസ്, നോർമലായിട്ടിരുന്നോളൂ. യെസ്, താങ്ക് യു. ആരെങ്കിലും ഒരാള്, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാളും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാളും വേദിയിലോട്ട് വരണം. പ്ലീസ് കം. അത് മറ്റുള്ളവർ പറഞ്ഞു വിടുന്നതിനാ, ഞാൻ തന്നെ ആവണം കേട്ടോ. എപ്പോഴും നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് വേറൊരാൾ വന്നിട്ട് നീ പോകുമെന്ന് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാമല്ലോ. നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരാ വരുന്നേ? നേരത്തെ സംസാരിക്കാത്ത ഒരാൾ വാ പ്ലീസ്. സമയം കളയല്ലേ, വായോ. ഇത്രയേ ഉള്ളോ നമ്മുടെ സ്കൂളിങ്? അയ്യോ, സെന്റ് തോമസ് സ്കൂളിൽ കുട്ടികൾ ഇത്രയേ ഉള്ളോ? വായോ, ഒരാൾ വായോ, വേറൊന്നിനുമല്ല, വാ പ്ലീസ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും നിങ്ങളെല്ലാവരും വന്ന്. നല്ല ഇവര് യഥാർത്ഥത്തിൽ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ്. ഈ സ്ഥലം ഭയങ്കര കൺജസ്റ്റഡും ഇതിന് പറ്റിയൊരു ഇടമല്ല. അതാണ് കാരണം. നമ്മളിപ്പോൾ നീന്താനോ തുടിക്കാനോ നൃത്തം ചെയ്യാനോ ഒക്കെ നമുക്ക് പരിസരം വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലം മോശമാണെന്നല്ല, ഇവർ ഓപ്പൺ ആവാനായിട്ട് കുറച്ചുകൂടെ സമയമെടുക്കും. നിങ്ങൾക്ക് മുതിർന്ന ആരെങ്കിലും ഇത് കണ്ടിരുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. മുതിർന്ന ആളുകൾ ആരെങ്കിലും ഒരാൾ ഇവിടെ വരണം. സീനിയേഴ്സിൽ നിന്ന് ആരെങ്കിലും പ്ലീസ്, ആരെങ്കിലും ഒരാൾ വന്ന് കമൻറ്റ് ചെയ്യും പ്ലീസ്. ഇവരുടെ ആക്ടിവിറ്റി കണ്ടില്ലേ? ഒരാൾ വായോ, ബീനയോ ആ ഫ്രണ്ടിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ വാ. നമ്മളൊരു കുറഞ്ഞ സമയത്തിനകത്ത് ഇവരെ എൻഗേജ് ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ, പറയാൻ പറ്റത്തില്ലേ? ആരെങ്കിലും ഒരാൾ വാ. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിനകത്തല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മോക്ക് തോന്നിയ കാര്യം പറയും. എന്താണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോയി. അതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ബീന വാ. ബീന തിയേറ്റർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഷീസ് ആൻ ആക്ട്രസ്, തിയേറ്റർ ചെയ്യുന്ന ആളാണ്. ഇത് കണ്ടോണ്ടിരിക്കുകയായിരുന്നതുകൊണ്ട് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് വിളിച്ചതാണ്. പറഞ്ഞു, പേര് പറഞ്ഞിട്ട് ഇത് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്? എൻ്റെ പേര് ജമ. ഞങ്ങൾ 7th സ്റ്റാൻഡേർഡിലാണ്. ഇപ്പോൾ ഈ പാട്ടിട്ട് നമ്മളിപ്പോൾ ചെയ്തപ്പം എൻ്റെ മനസ്സിൽ കൂടെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഒരു വേൾഡിലേക്കാണ് ഞാൻ പോയത്, ഒരു ലോകത്തിലേക്ക് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ചെറുതായിട്ട്. ഞാൻ ചോദിച്ചത് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊരു വലിയ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുമെങ്കിലും നമ്മൾ അനുനിമിഷം, ഇപ്പോൾ ബീന കുറച്ച് നേരത്തെ അവിടെ ഒരു കാഴ്ചക്കാരിയായിരുന്നു, ഇപ്പോൾ അതിനെ കമൻറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു പെർഫോമറായിട്ട്, അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായി നിൽക്കുന്ന ഒരാളായിട്ട് മാറുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. അത് ലൈഫ് ആണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് എന്നെ പോലെ ഒരാളിനെ ഇവിടെ വിളിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബീന, കുട്ടികളെല്ലാം വളരെ മനോഹരമായി ചെയ്യുന്നത് കണ്ടു. വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ചേഞ്ച്, നമ്മുടെ ലൈഫ് അതുപോലെയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ അല്ല, ചേഞ്ചസ് ഇങ്ങനെ ത്രൂ ഔട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഒരു ചേഞ്ചസിൻ്റെ ഒരു മിനിയേച്ചറാണ് സാർ ഇവിടെ കാണിച്ചു തരാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു. ഈ ചേഞ്ചസ് നിങ്ങൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറുന്നത് പോലെ നമുക്ക് ലൈഫിലും ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാവരും നല്ലതുപോലെ ചെയ്തു. എസ്പെഷ്യലി ബ്ലൂ ഡ്രസ്.
എല്ലാവരും വളരെ മനോഹരമായി തന്നെ ചെയ്തതാണ്. പക്ഷെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടത് ഈ ഒരു കൊച്ചുമോളയാണ്. ചേഞ്ചസ് ഒക്കെ നല്ലപോലെ കാണിക്കുന്നുണ്ട്. എന്താ പേര്? വരദ. എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിൽ. ഏതാ സ്കൂള്? GHSS വിളവൂർക്കൽ. ഓക്കെ, നൈസ്. താങ്ക് യു സർ. താങ്ക് യു ബീന. പ്ലീസ്. ഇതിനകത്തൊരു മാർക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ടേ. നമ്മളിപ്പോൾ ഏത് സ്ഥലത്തും കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ പോലും നമ്മളെ കാണുന്ന ഒരുപാട് കണ്ണുകളുണ്ട്. നമ്മളൊരു സ്പേസ് എടുക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഇരിക്കുന്ന പോസ്റ്റർ, നടക്കുന്നത് തുടങ്ങിയിട്ട് ചിരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. അത് രസകരമാവുമ്പോൾ കാഴ്ചക്കാരുണ്ടാവുമ്പോൾ കൂടുതൽ കൂട്ടുകാരുണ്ടാവും. കൂടുതൽ കൂട്ടുകാരുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ആശയം കൂടുതൽ നന്നായിട്ട് പ്രകാശിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുകയും നിങ്ങളൊരു നല്ല ഐഡൻറ്റിറ്റി ഉള്ള ആളായി മാറുകയും ചെയ്യും. ഈ പേരെന്ന് പറയാം, ഇതൊന്ന് വാക്ക് മാത്രം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഐഡൻറ്റിറ്റി പറഞ്ഞേ. വ്യക്തിത്വം. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവാം. ഇയാൾ അങ്ങനെയുള്ള ഒരാളാണ്. ഇയാൾ നല്ല രസകരമായിട്ട് സംസാരിക്കും. ഇയാൾ നല്ല ഹ്യൂമറാണ്. ഇയാളോട് അപ്പം നമുക്ക് സംസാരിച്ചിരിക്കാനുള്ള സന്തോഷം ഉണ്ടാവും. പ്ലീസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ചെറുതായിട്ടൊന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. വീണ്ടും ഇവിടെ കണ്ടിരുന്നവർക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം കേട്ടോ. പ്ലീസ് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യുക. നന്നായിട്ട്, വളരെ നന്നായി കേട്ടോ. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ. പ്ലീസ് ജോയിൻ പ്ലീസ്. ഇരുന്നോളൂ. സെൻറ് തോമസ് സ്കൂളിന് ഒരു പ്രത്യേക നന്ദി. എനിക്ക് നിങ്ങളോട് ഇടപെടാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എനിക്ക് സന്തോഷമായി. കാരണം ഒരുപാട് എനർജി ആവശ്യമുള്ള ഒരു ആർട്ട് ഫോമാണ് ഈ തിയേറ്റർ എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങളുടെ കൂടെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി എനർജി ആവശ്യപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഊർജം നിങ്ങളുടെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ നന്ദി ഒരിക്കൽ കൂടെ പറയുന്നു. ഇതിൻ്റെ 3rd എഡിഷനിലേക്ക് ഞങ്ങളെ തമ്പിൻ്റെ പ്രവർത്തകനായ രാജേഷ് ചന്ദ്രൻ എന്ന് പറയുന്ന എന്നെ ഒരാളിനെ ഇവിടെ എത്തിക്കാൻ മനസ്സ് കാണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഹൃദയമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.